ഒരുപാട് പൈസ കച്ചവടം ചെയ്ത് പോയി കുറേ കാലമായി ഇങ്ങനെ ആഗ്രഹിക്കുന്നു. കൊറോണ സമയത്ത് ഓഫ് ഷോറിൽ നിന്ന് വന്നു, നമ്മൾ ബോംബെയിൽ ഇറങ്ങി. അവിടുന്ന് നാട്ടിലേക്ക് ബസ്സിലായിരുന്നു യാത്ര തിരിച്ചത്. ഒരു മാസത്തിനടുത്ത് വീട്ടിൽ ക്വാറന്റൈനിലിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് മുൻപേ ഉണ്ടായ ആഗ്രഹം വെച്ച് ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയുള്ള ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി. 6 വർഷമായി തുടങ്ങിയിട്ട്. ക്യാമറയിൽ ഫേസ് ചെയ്യാനും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇടാനും ഭയങ്കര ചമ്മലായിന്. ആ ചമ്മലൊക്കെ മാറ്റി ഒരുപാട് മോട്ടിവേഷനൊക്കെ വീഡിയോ ഒക്കെ കണ്ടു, ഇന്നും കണ്ടു. അപ്പം ഇതിനൊരു പ്രത്യേകിച്ച് 1-ാം തീയതിയോ 2-ാം തീയതിയോ ഇല്ലാന്നും നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് തുടങ്ങും. എനിക്കൊരു വിഷൻ പ്ലാൻ ഉള്ളത്, ആ വിഷൻ പ്ലാൻ വിജയിച്ചെടുക്കാൻ സാധിക്കും. 1000 ദിവസം കൊണ്ട് എനിക്കുണ്ടായ നഷ്ടവും ബാധ്യതയും തീർക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇത്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുമെന്ന് കരുതുന്നു. അപ്പം എല്ലാ ദിവസവും എൻ്റെ ഡെയിലി റൂട്ടീനും എൻ്റെ ബിസിനസ് ചെയ്യുന്ന രീതികളും ഒക്കെ ഞാൻ ഈ വീഡിയോ ആയിട്ട് വരും. കച്ചവടത്തെക്കുറിച്ച് അറിയാത്തതും വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നഷ്ടം വരാൻ കാരണം. എനിക്കുണ്ടായ നഷ്ടം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 60 ലക്ഷത്തിന് മുകളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം ദൈവം നമ്മളെ പരീക്ഷിക്കുന്നു അത്രത്തോളം നാളത്തേക്കുള്ള കരുതലുണ്ടാവും. 2 കട തുടങ്ങി, അതിലൊന്ന് ചെയ്യേണ്ടി വന്നു, ഒന്ന് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നഷ്ടം നികത്താൻ വേണ്ടി, അതുപോലെ നഷ്ടം സംഭവിക്കാതിരിക്കാനും വേണ്ടിയാണ് എനിക്കുള്ള ബാധ്യതയും കൂടി ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നതായിരിക്കും. ഒക്കെ ഒരുപാട് മനസ്സിലായി. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ അതിന് എന്താണ് ചെയ്തതും എന്ന് കൂടെ അറിയിക്കുക. നിങ്ങൾക്കും ഇതുപോലെ ബാധ്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളത്തെ വീഡിയോയിൽ എനിക്കുണ്ടായ ഇപ്പോൾ നിലവിലുള്ള ബാധ്യതയും കൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ബൈ.